നമസ്കാരം, എല്ലാവർക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ക്യാപ്റ്റനായ ആഡ്രിയാൻ ലൂണയുടെ പരിക്കിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ക്യാപ്റ്റനായ ആഡ്രിയാൻ ലൂണയ്ക്ക് പരിശീലനത്തിനിടെയായിരുന്നു ഗുരുതര പരിക്കേറ്റത്. പഞ്ചാബ് എഫ്സിക്കെതിരായ മത്സരത്തിന് മുന്നോടിയായി കൊച്ചിയിൽ വെച്ച് നടന്ന പരിശീലനത്തിനിടെയാണ് താരത്തിന് പരിക്കേറ്റത്. നിലവിൽ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പരിക്കേറ്റ ലൂണയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രശസ്ത ഫുട്ബോൾ കമാൻഡർ ഷൈജു ദാമോദരനാണ് ഈ ഒരു വിവരം പുറത്തേക്ക് വിട്ടത്. ഏതായാലും ഈ ഒരു റിപ്പോർട്ട് മന്നപ്പട ആരാധകരെ കടുത്ത നിരാശയിലാക്കുന്ന വാർത്തയാണ്. പരുക്കിൽ താരത്തിന് ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നും വെള്ളിയാഴ്ച മുംബൈയിൽ വെച്ച് താരം ശസ്ത്രക്രിയക്ക് വിധേയമാവുമെന്നാണ് റിപ്പോർട്ടുകൾ ലഭിച്ചിരിക്കുന്നത്. ബുധനാഴ്ച താരം കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് പോയിട്ടുണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ശസ്ത്രക്രിയക്ക് ശേഷം ഒരാഴ്ച മുംബൈയിൽ താരം വിശ്രമിക്കുമെന്നും അതിനുശേഷം ഉറുഗയിൽ തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ശസ്ത്രക്രിയക്ക് ശേഷം കുറഞ്ഞത് 3 മാസമെങ്കിലും താരത്തിന് വിശ്രമം വേണ്ടിവരും. ഇതോടെ ISL-ലെ 2023-24 സീസണിലെ ലീഗ് മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്കും എത്തും. ചുരുക്കി പറയുകയാണെങ്കിൽ ലൂണ ഈ സീസണിൽ ഇനി കളിക്കാനുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ്. 2021-22 സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ ആഡ്രിയാൻ ലൂണ അന്ന് തൊട്ട് ഇങ്ങോട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട താരമാണ്. നിലവിൽ ഈ ഒരു 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണയെ ചുറ്റിപ്പറ്റിക്കൊണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ തന്ത്രങ്ങളെല്ലാം മെനഞ്ഞിരുന്നത്. മിഡ്ഫീൽഡ് ജനറലായ ആഡ്രിയാൻ ലൂണ പുറത്തേക്ക് പോകുന്നതോടുകൂടി തന്ത്രങ്ങളും പദ്ധതികളും മാറ്റം വരുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായും നിർബന്ധിതരാകും. ഈ ഒരു സീസണിൽ നിന്ന് താരം പുറത്തേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിൽ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരു പുതിയ വിദേശ താരത്തെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചാലും വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതപ്പെടുന്നത്. 2023-24 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച കുതിപ്പ് നടത്തുമ്പോൾ അതിന് പിന്നിൽ നിർണായക പങ്ക് വഹിച്ച ഒരു താരം കൂടിയാണ് ക്യാപ്റ്റൻ ആഡ്രിയാൻ ലൂണ. നിലവിൽ ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച 9 മത്സരങ്ങളിലും മൈതാനത്തിറങ്ങിയ ലൂണ 3 ഗോളുകളും 4 അസിസ്റ്റും ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. 2021-22 സീസണിന് മുന്നോടിയായ ഓസ്ട്രേലിയൻ ക്ലബ്ബായ മെൽബൺ സിറ്റിയിൽ നിന്നായിരുന്നു മധ്യനിര സൂപ്പർ താരമായ ആഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള കന്നി സീസണിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ലൂണ ടീമിനെ ISL-ൽ ഫൈനലിൽ എത്തിക്കാൻ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. കൂടാതെ കഴിഞ്ഞ സീസണിൽ താരം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ടീമിനോടൊപ്പമുള്ള 3ാം സീസണിലും കിടിലൻ ഫോമിൽ കളിച്ചു മുന്നേറുന്നതിനിടെയാണ് ഇപ്പോൾ പരിക്കിൽ ലൂണയ്ക്ക് മുന്നിൽ വില്ലനായി വന്നിരിക്കുന്നത്. അതേസമയം അവസാന 2 മത്സരങ്ങളിലും ജയം നേടാനാവാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC പഞ്ചാബിനെതിരെ ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. ചെന്നൈയിൻ FCക്കെതിരെ നടന്ന കളിയിൽ 3-3 സമനില വഴങ്ങിയ മന്നപ്പട അവസാന കളിയിൽ FC ഗോവയ്ക്ക് മുന്നിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ ഒരു 10ാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ 4ാമത്തെ എവേ പോരാട്ടം കൂടിയാണ് ഇത്. അതേസമയം ഈ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറ്റം കുറിച്ച പഞ്ചാബ് എഫ്സിക്ക് ദയനീയമായ തുടക്കമാണ് ലീഗിൽ ലഭിച്ചിരിക്കുന്നത്. 9 മത്സരങ്ങൾ പിന്നിടുമ്പോഴും ഇതുവരെ പഞ്ചാബ് എഫ്സിക്ക് ജയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ അവർക്ക് 5 പോയിന്റ് മാത്രമാണുള്ളത്. ഇന്ന് അവർ ഈ ഒരു സീസണിലെ ആദ്യ ജയം ലക്ഷ്യമിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നത്. കരുത്തരായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത പഞ്ചാബ് എഫ്സിയും നേർക്കുനേർ വരുമ്പോൾ ഒരു കിടിലൻ പോരാട്ടം കാണാമെന്ന പ്രതീക്ഷയിലാണ് ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും ഇരിക്കുന്നത്. ഇന്നത്തെ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിജയിക്കുമോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്നുള്ളത് നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. CK ടോക്സ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.